2.5 മണിക്കൂർ. അത് അഹങ്കരിച്ച് പറഞ്ഞതല്ല, ഇതുപോലെ പാട്ടുമൊക്കെ 1-2 ശീലി തത്തുല്യമായ പാട്ടുമൊക്കെ പാടിയ അതിൻ്റെ രീതി. പക്ഷേ ഇന്നങ്ങ് ഞാൻ അടങ്ങുക ഇതിലൊന്നും പാരപ്പെടണ്ട. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിനെ യെശയ്യാവ് കണ്ടപ്പോൾ സകല കാര്യവും വെളിപ്പെട്ടു. എങ്ങനെ ജനിക്കും, ജനിക്കുന്ന ശിശുവിൻ്റെ വൈശിഷ്ട്യം, വിശേഷണ, എന്ത് കഴിക്കും, ആദ്യത്തെ ശുശ്രൂഷ എവിടെ, അവിടുത്തെ തിരുമരണം, ഉയർപ്പ് മാത്രമാണോ, അവിടുന്ന് രാജാവായി വന്ന് ഭരിക്കും, ആ ഭരണത്തിൻ്റെ വിശേഷത. എന്തിനേറെ കണ്ട് യെശയ്യാവ് ഒറ്റ വാക്ക് പറയാം, പുതുവാന ഭൂമി വരെ കണ്ടു. 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. മതി, അതും കണ്ടു. ദൈവത്തിന് മഹത്വം. പുതിയ ആകാശവും പുതിയ ഭൂമി. യേശുവിനെ കണ്ടാൽ നിനക്കെല്ലാം പിടികിട്ടും. യേശുവിനെ കണ്ടേ പോകാവൂ. യേശു നിന്നെ കാണും, നീ യേശുവിനെയും കാണണം. നീ ഒളിച്ചിരുന്നാലും യേശു നിന്നെ കാണും. ഒരുത്തൻ അത്തിയുടെ മണ്ടയിലിരുന്നു, ആരും കാണാതിരിക്കാൻ. യേശു നടന്നു എന്ന് വെച്ച് പറഞ്ഞു, ഉരുണ്ട് വീടാതെ താഴോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് അത് കർത്താവ് പറയാ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. എൻ്റെ ഭാഷ പറയാം, യേശു പ്രോഗ്രാം ചേഞ്ച് ആക്കി. പ്രോഗ്രാം ആത്മാർത്ഥമായി കർത്താവിനെ കാണുന്നതിന് വേണ്ടി പ്രോഗ്രാം ചേഞ്ച് ആക്കും. വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, ആവശ്യബോധത്തോടെ യേശുവിനെ കാണാൻ നീ ചെന്നാൽ പ്രോഗ്രാം ചേഞ്ച് ആക്കും. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ. അപ്പൊ അത്തിയുടെ മേളിൽ ഇരുന്നാ നിന്നെ കാണും. ഒരുത്തന്നെ അത്തിയുടെ കീഴേ കയറിയിരുന്നു. എന്നെ എപ്പം കണ്ടു? നീ അത്തിയുടെ കീഴേ അപ്പം മേളിൽ ഇരുന്നാലും കാണും. ആദ്യത്തെ അപ്പച്ചനും അമ്മച്ചിയും പാപം ചെയ്തതിന് ശേഷം ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാണ്. അതുകൊണ്ട് അത്തിയില കൂട്ടി അമ്മാമ്മ മിടിയും അച്ചായനൊരു ബെർമുടായും. എന്നെ ബെന്നിച്ച ഉച്ചയായപ്പം പരുവക്കേടായി. അപ്പം കാലത്ത് കേട്ടപ്പം രണ്ടും കൂടെ അത്തിക്ക് എം ഇ വർഗീസ് പണ്ട് പറഞ്ഞ് 2 സാറ്റ് കളിക്കുകയായിരുന്നെന്ന്. അപ്പം അത്തിക്ക് മറഞ്ഞിരുന്നാലും കാണും. നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും. സ്തോത്രം. നീ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് അവിടെയും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഓ കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തുവിനെ കണ്ടു വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ ജനനം മുതൽ അവിടുത്തെ ജീവിതങ്ങൾ, ശുശ്രൂഷ, മരണം, അടക്കം, പുനരുത്ഥാനം, ഉയർപ്പ്, തിരിച്ചുവരവ്, 1000 ആണ്ട് വാഴ്ച, ഭരണത്തിന്റെ വിശേഷത, ഒടുവിൽ പുതുവാന ഭൂമി വരെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദർശനം നമുക്കുണ്ട്. യെശയ്യാവ് ഇനിയും പ്രസംഗിക്കുന്നില്ല, പ്രസംഗത്തിൻ്റെ മുഖവരെ വന്നതേ ഉള്ളൂ. എന്നാ ചെയ്യാനാ? ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. പറയുക, രക്ഷിപ്പാൻ കഴിയാത്തവണ് യഹോവയുടെ കൈ, ആ കൈ നിന്നെ ഒന്ന് തൊട്ടാൽ, ആ കർത്താവിൻ്റെ തൃക്കരം നിന്നെ ഒന്ന് തൊട്ടാൽ. ഇനി വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടാം. ഇല്ലെങ്കിൽ ചില വിദ്വാൻമാർ പറയും, വാക്യം വായിച്ചെങ്കിലും അതീന്ന് പുള്ളി ഒന്നും, ഈ പറഞ്ഞത് ആദ്യം ഒന്ന് കേട്ട് ഗുണപ്പെടും, പിന്നെ അതീന്ന്
ഈ പറഞ്ഞതെല്ലാം കേട്ടൊന്ന് ഗുണപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അതീന്ന് കേൾക്കാഞ്ഞിട്ടാ എന്നാ അതീന്ന് രണ്ടെണ്ണം പറയാം. അല്ല, അങ്ങനെയുള്ള സുഖമുള്ള ആൾക്കാരുണ്ട്. അയാൾ കഴിഞ്ഞ ആശീർവാദം പറഞ്ഞാൽ മതി, ധൃതിയുണ്ടോ? പെട്ടെന്ന് പറയാം, ഭാഗ്യം വായിപ്പിക്കുന്നില്ല. അവിടുത്തെ തൃക്കരം തൊട്ടാൽ, അയ്യോ 5 ദിവസം കൊണ്ട് പൂജര ഗജര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് 6-ാം ദിവസം സർവജ്ഞനായ ദൈവം തൻ്റെ തൃക്കൈ കൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് രൂപപ്പെടുത്തി. എന്തേലും അപാകതയുണ്ടോ തൃക്കൈ വന്നതുകൊണ്ട്? മൂക്കിൻ്റെ 2 തോള താഴോട്ടല്ലേ, ഇതിവിടെ മേളിലോട്ടായിരുന്നല്ലോ. എന്നും പനി. അവിടുത്തെ തൃക്കരം തൊട്ടാൽ ഈ ചെവി 2 മേളിലായിരുന്നല്ലോ. എന്നാ ഒരു സങ്കടം. ദൈവത്തിന് മഹത്വം. 5 വിരല് പരുവത്തിനാ. ഒന്ന് മൂക്ക് കടിച്ചു, അല്ലെ ചെവി ഒന്ന് കടിച്ചു, ഈ വിരൽ കയറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ വിരൽ അതിന് പരുവത്തിന്, ഈ വിരൽ കയറ്റാൻ പറ്റുമോ? ഉള്ള എല്ലാം പരുവത്തിന്. എന്തേലും അപാകതയുണ്ടോ? അവിടുത്തെ തൃക്കരം തൊട്ടാൽ ഒരപാകതയില്ല. അണ്ട പ്രിയത്തിന്റെ വീലി, ഇത് മുടി വളരുമ്പോൾ വളരുകയായിരുന്നല്ലോ. മുടി വെട്ടാൻ പോണം, പിരിയം വെട്ടാൻ പോണം. യോ, അത് വെട്ടുകല്ല വെന്നിച്ച വടിക്കുക. അവിടെ ചെന്ന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഗുരുദ്യാലേഖനത്തിൽ. അപ്പം മറ്റുള്ളതല്ല. ദൈവത്തമ്പുരാന്റെ തൃക്കൈ തൊട്ടപ്പോൾ ഇതിനൊരു അപാകതയില്ല. അങ്ങനെ ഇരിക്കുന്ന ആദമിന് തക്കതായ തുണ കൊടുക്കാൻ അടുത്ത സൃഷ്ടി വാരിയൽ ഊരിയെടുത്ത് ഗാഠനത്തിന് വരുത്തി ഒരു തരുണീമണിയെ സൃഷ്ടിച്ച് വാമഭാഗത്ത് നിർത്തി. ആദാം ഉറക്കമുണ്ടെന്ന് നോക്കി, കണ്ണു ചിമ്മി നോക്കിയപ്പോ എൻ്റെ അപ്പോ സൈമൺ സാർ കൊടുത്തിരിക്കുന്നത്, ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരക്കണം. എന്നാടേ നീ അല്ല, അവൻ ഉറങ്ങിയിരിക്കാം. അല്ലെങ്കിൽ ഉറക്കം ഉള്ളതാ. ഉറക്കം ഉണർന്നാ ഞാൻ ചൊല്ലിയത്. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം. ഹവ്വ തനിക്ക് മുമ്പിലായി നിൽക്കുന്നു വിഭാതത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുപോലെ, ഭാനുബിംബം ചന്ദ്രബിംബം പോലെ വന്ന് നിൽക്കായി തള്ള. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു വിവാദത്തിൽ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച പോലെ. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു, എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ദൈവം തൃക്കൈ കൊണ്ട് നിർമ്മിച്ചതാ. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹന്ത, അത് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമാ. ഹന്ത അങ്ങനല്ലയോ? അന്തഹന്ത കിന്തപ്പെട്ടെന്ന് പണ്ട ഉദ്ദണ്ഡവാര്യര് പൂണല്ലൊന്തിച്ചടച്ചാടിയ നിന്മത പകല രാമ രാമാജനാന നീരിൽ താർവാണ വൈരാ നികരതരമോ മണ്ഡലി ചണ്ടഭാനോ നേരത്തായോരു നേരം തൊടുകുറികളയായ നേഷ കുളിക്കും നേരത്തിനപ്പുറം വിക്രമ നിർവര ഹന്ത. അത് അങ്ങനെ കൊടുക്കുന്ന പ്രയോഗമാണ്. അത് തന്നെ സാറും കൊടുത്തത്. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച ഹന്ത. മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം. എന്തൊരു നവസൃഷ്ടി ദൈവം സൃഷ്ടിച്ചതാ. കേശഭംഗിയും അല്ലാതെ ഉള്ള വട്ടം കണ്ടിച്ച് കിടക്കുകയല്ലായിരുന്നു. ഈ അസുഖം വന്ന് രോഗങ്ങൾ വന്ന് മുടി പോയ മാന്യ സഹോദരിമാരോട് നിങ്ങളുടെ കാര്യമല്ല. ഒരു കുഴപ്പമില്ലാത്ത ലില്ലുകുട്ടി ഇതെല്ലാം കണ്ടിച്ചേച്ച് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ്. നിന്റെ കാര്യമായി പറഞ്ഞത്.
കേശഭംഗിയും മുഖാംബുജത്തിൽ ആശകൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും. അവ വന്ന് പുഞ്ചിരിച്ചാൽ ആരും വശപ്പെടും. അങ്ങനെ പുഞ്ചിരിക്കുകയല്ലോ, കടുവ നോക്കുമ്പോഴാ നോക്കുന്നത്. നിന്റെ കൂടെ ആര് യോഗത്തിന് വരാനാ? നീ ഇവിടെ എന്ന് പറയുന്നത് ആത്മാക്കളെ ആദ്യം നോട്ടമെങ്കിലും നന്നാക്കും. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും, അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും പാടലാതരം. ഏതാ പാടലാതരം? ചുണ്ടേ, പാടലാതരം ചുണ്ട്, നല്ല ചുണ്ടാ. അല്ലാതെ വീടിയും സിഗരറ്റും വലിച്ച് കാറത്ത് വറകലം പോലിരിക്കുക. അമ്മയുടെ ചുണ്ട് നല്ല നല്ല പാടലാതരം മനോമോഹനൻ നാസികയും നല്ല തത്തച്ചുണ്ട് പോലത്തെ മൂക്ക്. നമ്മുടേത് കണ്ട് കിടുത്തയുള്ള അടിച്ചു വരുത്തി വെച്ചിരിക്കുക. പിന്നെ കിടുത്തയുള്ളതുകൊണ്ട് ജാസം. അമ്മയുടെ മൂക്ക് അങ്ങനെ നല്ല തത്തച്ചുണ്ട് പോലെ. മനോമോഹനൻ നാസികയും പേടമാനണിപടി തീടുന്ന മിഴികളും. നല്ല മാൻകണ്ണ്, അല്ലാതെ ഓങ്കണ്ണി തള്ളയൊന്നുമല്ല. തെങ്ങ് നോക്കുമ്പോൾ മാവേലോട്ട് നോക്കുന്നതല്ല. അതൊക്കെ വന്നത് ഈ പാപം നിമിത്തമാണ്. അതൊക്കെ മാറും, നിരാശപ്പെടുകയൊന്നും വേണ്ട, മാറും. പേടമാനടിപടി തീടുന്ന മിടികളും ഉല്ലസൽ കല്ലോലം പോലിളകി ചില്ലി യുഗം. ഈ പുരികക്കൊടി ഇങ്ങനെ വെള്ളത്തിന വരുന്നത് പോലെ കല്ലോല ജാലം കളിക്കുന്ന കണ്ടു. കമലമണി നിറമുട്ട കമലം വന്ന് കണ്ടു. ഈ കല്ലോലം പോലെ ഉല്ലസൽ കല്ലോലം പോലിളകി ചില്ലി യുഗം. പിരിയം വെട്ടി നിൽക്കുക. നല്ലൊരു ദാടിമത്തെ വെണ്ടുന്ന ഗണ്ഡങ്ങളും. ഗണ്ഡം കവിള്, ദാടിമം മാതളം. അപ്പൊ കവിയുടെ ഭാവനയാ രണ്ട് മാതളപ്പഴം എടുത്തു വെച്ചതുപോലെ. ഹവ്വായുടെ വർണ്ണനയാ. അസൂയ തോന്നല്ലേ? ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തള്ളയെ പറ്റി പറയാൻ കിട്ടും. എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ ഇതുപോലെ കുശുമ്പും കുഞ്ഞായ്മേ. ഞാൻ ഈ പറഞ്ഞത് ദൈവത്തിന്റെ തൃക്കരം തൊട്ടത് കൊണ്ടാ ഭംഗിയായത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ കരം കുറുകിപ്പോയിട്ടില്ല. ആ കരം നിന്റെ സന്തതിയായി ഇന്ന് രാത്രി തൊടും. ആ കരം നിന്നെ തൊട്ടാൽ നിന്റെ അപാകത മുഴുവൻ മാറും, നിന്റെ ശരീരത്തിന്റെ ബലഹീനത മുഴുവൻ മാറും. ആ തൃക്കരം കുറുകിയിട്ടില്ല. ഓടിച്ചവസാനിപ്പിക്കുക. ഒരു കുഷ്ഠരോഗി വന്ന് പറയുക, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. മത്തായി 8. യേശു കൈ നീട്ടി അവനെ തൊട്ടു, അന്നേരം ശുദ്ധമായി. അവിടുത്തെ തൃക്കരം നിനക്ക് രോഗശാന്തി തരുന്ന കരമാണ്. നിന്റെ പറയും ട്യൂമറും ക്യാൻസറും മാരക രോഗവും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളതാ ദൈവത്തിന്റെ തൃക്കൈ. ഇന്ന് രാത്രി ആ കൈ കുറുകിപ്പോയിട്ടില്ല. അവൻ തൊട്ടാൽ നിനക്ക് രോഗശാന്തിയാ. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടുത്തെ തൃക്കരം തൊട്ടാൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. ഔവായ സൃഷ്ടിച്ച കരം കുറുകിപ്പോയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ട കരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊടട്ടെ. രോഗപീഠകൾ ഇന്ന് രാത്രി ദൈവം അടിക്കുന്ന രാത്രിയാ. മാറാ രോഗങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ക്യാൻസറിന്റെ അണുക്കൾ ഇന്ന് രാത്രി ഉരുകി മാറട്ടെ. നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, അവൻ ഞരമ്പിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗപീഠകൾ ഇന്ന് രാത്രി അടിയട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് ആരും മൗനമായിരിക്കരുത്. ഈ കൈ ഇന്ന് രാത്രി നിന്നെ തൊടുക. യേശു നിന്നെ തൊട്ട് കഴിഞ്ഞാൽ സമയം പോയെന്നറിയാം. പക്ഷേ രോഗശാന്തിയായിട്ടേ പോകാവൂ. രോഗിയായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി രോഗിയായിട്ട് പോകരുത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പുണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. രോഗപീഠകൾ ഇന്ന് രാത്രി ഇന്ന് രാത്രി യേശു തൊട്ടാൽ, അവിടുത്തെ തൃക്കൈ തൊട്ടാൽ നിന്റെ സകല രോഗബന്ധനം വഴിയുക. ഇന്ന് രാത്രി മാറുന്ന രാത്രിയാകട്ടെ. ക്യാൻസർ ഇന്ന് രാത്രി മാറട്ടെ. ബ്രെയിൻ ട്യൂമർ ഇന്ന് രാത്രി മാറട്ടെ. കിഡ്നി പ്രോബ്ലം ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ. സ്റ്റേജിൽ ഇരിക്കുന്നവർ നിന്നാ മതി. നിങ്ങളെല്ലാം എഴുന്നേറ്റ് ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം. അല്ലാത്തവരെ കണ്ട